topic Taylor series. Okay, Taylor series പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് പവർ സീരീസ് എന്ന് നോക്കാം. An infinite series of complex numbers which are of the form sigma n equal to 0 to infinity an into z minus z naught the whole power n a0 plus a1 into z minus z naught plus a2 into z minus z naught the whole square plus etc. up to an into z minus z naught the whole power n plus etc. where z naught and the coefficient of an are complex constant and z may be any point in a stated region containing z naught is known as the power series. അതായത് ഒരു കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇൻഫൈനൈറ്റ് സീരീസ് അത് ഈ ഫോമിലുള്ളതാണ്. ഓക്കെ, സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ പവർ n. ഇതിൽ a നോട്ടും a1ഉം a2 അതായത് an എന്ന് പറയുന്നത് എല്ലാം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, കോംപ്ലക്സ് കോൺസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ z നോട്ട് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. നമ്മൾ ഇത് എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്നത് അവിടെ ഒരു ആർബിട്രറി പോയിന്റ് ആണ് z. ഓക്കെ, ഈ ഒരു സീരീസ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ എബൌട്ട് സെഡ് നോട്ട് എന്നൊക്കെ പറയും. അപ്പം ഇത് സെഡ് നോട്ട് 0 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു z റേസ് ടു n എന്നാണ് കേട്ടോ വരിക. ഓക്കെ, ഇനി നമുക്ക് ടൈലർ സീരീസ് നോക്കാം. Suppose that a function f is analytic throughout an open disk mod z minus z naught less than r naught centered at z naught and with radius r naught. Then at each point z in the disk f of z has the power series representation f of z equal to sigma n equal to 0 to infinity an into z minus z naught the whole power n where modulus of z minus z naught less than r naught where an equal to the nth derivative of f at z naught divided by n factorial n equal to 0, 1, 2 etc. ഒന്നുമില്ല. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക്, അതായത് നമുക്കൊരു ഓപ്പൺ ഡിസ്ക് തന്നിട്ടുണ്ട്, വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കൊരു ഓപ്പൺ ഡിസ്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററാണ് സെഡ് നോട്ട്, റേഡിയസ് ആറാണ്. ഓക്കെ, സെഡ് മൈനസ് സെഡ് നോട്ട് ഈ ഓപ്പൺ ഡിസ്കിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഫംഗ്ഷൻ അനലറ്റിക് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊരു പോയിന്റ് എടുത്ത് ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് സെഡിന് ഒരു പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ പവർ n. ഇവിടുത്തെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് പവർ n ഓഫ് z നോട്ട് ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതിൽ a എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈലേഴ്സ് തിയറം പറയുന്നത്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യണം. ഡിറൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ടേംസ്, അതായത് ഓർത്ത് വെക്കാൻ മാത്രമൊന്നുമില്ല. കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമിൽ അപ്ലൈ ചെയ്യുന്നു, പിന്നെ അതിൽ കുറച്ച് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈനോമിയൽ എക്സ്പാൻഷനിലോട്ട് അത് കൊടുക്കുന്നു. അത്രയും വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം. Given that the function f is analytic throughout an open disk z minus z naught less than r naught centered at z naught and with radius r naught. അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ, സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയും ലെസ് ദാൻ ആർ നോട്ട് എന്ന് പറയുന്ന ഡിസ്കിൽ നമുക്ക് തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്ന അനലറ്റിക് ഫംഗ്ഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് സെഡ് ബി എനി പോയിന്റ് ഇൻ ദാറ്റ് ഡിസ്ക്. ആ ഡിസ്കിൽ ഒരു പോയിന്റ് ആണ് സെഡ് എന്നെടുത്തു. ലെറ്റ് സി നോട്ട് ഡിനോട്ട് ദ പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ വിത്ത് സെന്റർ സി നോട്ട് ആൻഡ് റേഡിയസ് സ്മോൾ ആർ നോട്ട് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ നോട്ട് ആൻഡ് ഈസ് സച്ച് ദാറ്റ് സെഡ് ഈസ് പോയിന്റ് വിത്തിൻ സി നോട്ട്. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. സെഡ് നോട്ട് സെൻറ്റർ ആയിട്ട് നമുക്ക് ആർ നോട്ട് റേഡിയസിൽ ഒരു ഡിസ്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത്, പിന്നെ നമ്മൾ സെഡ് നോട്ട് ബി എനി പോയിന്റ് ഇൻ ദിസ് ഡിസ്ക്. അതുപോലെ തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സെഡ് സി നോട്ട് എന്ന് പറഞ്ഞൊരു പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ ആണ് വിത്ത് സെൻറ്റർ സെഡ് നോട്ട് ആൻഡ് റേഡിയസ് ആർ നോട്ട്. ഓക്കെ, ഇനി ഇത് പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ ആണല്ലോ. അപ്പം നമുക്കറിയാം എഫ് അനലറ്റിക് ആണല്ലേ, ഇവിടെയൊക്കെ എഫ് അനലറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എഫ് അനലറ്റിക് ആണ്. അതുകൊണ്ട് ഈ സി നോട്ട് എന്ന് പറയുന്ന ഡിസ്കിൻ്റെ ഉള്ളിലും എഫ് അനലറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോമിൽ അപ്ലൈ ചെയ്യാം. Then f of z is analytic within and on the closed contour c naught. c naught-ന്റെ മുകളിൽ നമുക്ക് എന്ത് പറയാം, f of z അനലിറ്റിക് ആണ് within and on the closed contour c naught. അങ്ങനെയാണെങ്കിൽ by Cauchy integral formula we can write f of z equal to 1 by 2 pi I into integral over f of s ds divided by s minus z. ശരിക്കും നമ്മുടെ Cauchy's integral formula എന്താണ് പറയുന്നത്? f of z naught equal to 1 by 2 pi I into integral over f of z dz divided by s minus z naught എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് z naught ആണ്, പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന പോയിന്റ് ഈ z ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എഫ് ഓഫ് സെഡും അതുപോലെ എഫ് ഓഫ് എസ് ഡി എസ് എന്ന് വന്നില്ലേ, ഇവിടെ z dz എന്ന് പറയുന്നതിന് പകരം നമ്മൾ എസ് ഡി എസ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് ഇവിടെ നമ്മൾ സെഡിന് മുകളിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്.
ഇവിടെ സെഡ് നോട്ടിലായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ പോയിന്റ് സെഡ് ആണ്, പെർട്ടിക്കുലർ പോയിന്റ്. അതുകൊണ്ട് നമ്മൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/2π ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് എന്ന് എടുക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം ആദ്യം. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് ഈ 1/s മൈനസ് സെഡ് എന്ന് പറയുന്നതിന് ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. ജോമെട്രിക് സീരീസ് റെപ്രസെൻറ്റേഷൻ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനൊരു സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടേംസിനേക്കാളും അധികമുള്ള ടേംസ് അതിൽ വരും. അപ്പോൾ അതിലെ റിമൈൻഡർ നമ്മൾ സീറോയുടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ആ റിമൈൻഡർ 0 ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് റിക്വയർഡ് പവർ സീരീസ് എക്സ്പാൻഷൻ കിട്ടുന്നു. അതിനെയാണ് ടേലർ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് 1/s മൈനസ് സെഡിന് ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ പറയുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. നൗ കൺസിഡർ 1/s മൈനസ് സെഡ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒരു സെഡ് നോട്ട് ആഡ് ചെയ്തു, ഒരു സെഡ് നോട്ടിനെ സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/s മൈനസ് സെഡ് നോട്ട് പ്ലസ് സെഡ് നോട്ട് മൈനസ് സെഡ്. ഇതിനെ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s മൈനസ് സെഡ് നോട്ട് മൈനസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് എഴുതാലോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു എസ് മൈനസ് സെഡ് നോട്ട് ഔട്ട് സൈഡ് എടുത്തു. എനിക്കൊരു പവർ ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബൈനോമിയൽ എക്സ്പാൻഷൻ വഴി നമുക്ക് കിട്ടില്ലേ, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/s മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ഇൻറ്റു 1 മൈനസ് ഇവിടുന്ന് ഞാനൊരു എസ് മൈനസ് സെഡ് നോട്ട് ഔട്ട് സൈഡ് എടുത്തപ്പം ഇവിടെ 1 മൈനസ് ഇവിടെ എന്ത് കിട്ടും? സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട്. ഇതിന് ഞാൻ 2 എന്ന ഇക്വേഷൻ നമ്പർ കൊടുത്തു, എനിക്ക് ആവശ്യം വരും, അതുകൊണ്ടാണ്. വി നോ ദാറ്റ് ഫോർ എനി കോംപ്ലക്സ് നമ്പർ ക്യൂ നോട്ട് ഈക്വൽ ടു, നമുക്കറിയാം ജോമെട്രിക് സീരീസ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കൊടുക്കാമല്ലോ. 1 + q സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടു q റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 1 മൈനസ് q റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് q ആണല്ലേ. ജോമെട്രിക് സീരീസിൻ്റെ സമ്മിനെ ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? അപ്പോൾ ഇതിനെ നമ്മൾ ഇത് തൊട്ട് മുകളിലുള്ള അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇത് എന്താണെന്ന് പറയുകയാണ്. ഓക്കെ, 1 മൈനസ് q റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് q. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1/1 മൈനസ് q മൈനസ് q റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് q എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടുന്ന് 1/1 മൈനസ് q എന്താണെന്ന് എഴുതാലോ, ഇതിന് ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/1 മൈനസ് q ഈക്വൽ ടു 1 + q സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടു q റേസ് ടു n മൈനസ് 1 പ്ലസ് q റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് q. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഈക്വൽ ടു, ഇതിന് ഞാൻ സിഗ്മ റെപ്രസെൻറ്റേഷൻ വെച്ച് എഴുതുകയാണ്. സിഗ്മ ഈക്വൽ ടു 1 to n മൈനസ് 1 q റേസ് ടു i പ്ലസ് ഇവിടെ നമുക്ക് q റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് q എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ ദ എബവ് ഇക്വേഷൻ പുട്ട് q ഈക്വൽ ടു z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട്. എന്തിനാണെന്നറിയോ? ഇങ്ങനെ ഈ ഇക്വേഷനിൽ നമ്മൾ ക്യൂവിന് പകരം z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചില്ലേ, ഇവിടെ ഈ 1 മൈനസ് ഇവിടെയാണ് നമ്മൾ q എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ, അതായത് 1/1 മൈനസ് q. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് q. ഓക്കെ, ഇപ്പോൾ ക്യൂവിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഇക്വേഷനിൽ q ഈക്വൽ ടു z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ടിനെ q എന്ന് പറയുന്നത് ഇതായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 0 to n മൈനസ് 1 z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് ദ ഹോൾ പവർ i പ്ലസ് z മൈനസ് z നോട്ട് ദ ഹോൾ പവർ n ഡിവൈഡഡ് ബൈ z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് ദ ഹോൾ പവർ n ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട്. ഒന്നുമില്ല കേട്ടോ, ഇതിൽ ഈ ഇക്വേഷനിൽ നമ്മൾ q ഉള്ളിടത്തൊക്കെ ഇടാം. ഈ ഇക്വേഷനിൽ നമ്മൾ q ഉള്ളിടത്തൊക്കെ ഈ ടേം കൊടുത്തുന്നേ ഉള്ളൂ, z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട്. ഇപ്പം ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സിഗ്മ i ഈക്വൽ ടു 0 to n മൈനസ് 1 z മൈനസ് z നോട്ട് ദ ഹോൾ റേസ് ടു i ഡിവൈഡഡ് ബൈ s മൈനസ് z, അതങ്ങനെ തന്നെ എഴുതി. പിന്നെ ഇതിനെ ഞാനൊന്ന് ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇങ്ങനെ കിട്ടും, z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് ദ ഹോൾ പവർ n ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് മൈനസ് z പ്ലസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട്. ഇവിടെ z നോട്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ ഈക്വൽ ടു 0 to n മൈനസ് 1 z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് ദ ഹോൾ പവർ i പ്ലസ് ഇതിനെ ഞാൻ ഈ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പോൾ s മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z ഇൻറ്റു z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് ദ ഹോൾ പവർ n എന്ന് എഴുതി. അപ്പോൾ എനിക്ക് എന്തിൻ്റെ എക്സ്പ്രഷനാണ് കിട്ടിയത്? ഇപ്പോൾ അതാണ്ടേ ഇതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ കിട്ടിയത്. 1 ഡിവൈഡഡ് ബൈ 1/1 മൈനസ് z മൈനസ് z നോട്ട് ഡിവൈഡഡ് ബൈ s മൈനസ് z നോട്ട് എക്സ്പ്രഷൻ കിട്ടി. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷനിൽ 1 ഡിവൈഡഡ് ബൈ ദിസ് 1, ഇതിൻ്റെ എക്സ്പ്രഷനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ s മൈനസ് z ഈക്വൽ ടു ആ എക്സ്പ്രഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് 1 ഡിവൈഡഡ് ബൈ s മൈനസ് z ഇൻറ്റു ദിസ് എക്സ്പ്രഷൻ ഇതിവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ s മൈനസ് z നോട്ടിനെ ഒന്ന്
ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 0 to n minus 1 z minus z naught the whole power i ഡിവൈഡഡ് ബൈ ഇവിടെ s minus z naught the whole power i plus 1 എന്നാവും. ഇതിൽ ഓക്കെ, ഇവിടെ ഞാൻ s minus z naught മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ s minus z naught ഉം s minus z naught കൂടി ക്യാൻസൽ ചെയ്ത് പോകും. 1 ഡിവൈഡഡ് ബൈ s minus z naught ഇൻറ്റു z minus z naught the whole power n ഡിവൈഡഡ് ബൈ s minus z naught the whole power n എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? 1 by s minus z ആണല്ലേ കിട്ടിയത്. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നോക്കാമല്ലോ. നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല അപ്ലൈ ചെയ്തതല്ലേ. അതിൽ കണ്ടോ 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി ഈ 1 ബൈ എസ് മൈനസ് സെഡിന് പകരം ആ സീരീസ് റെപ്രസെൻറ്റേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, മേക്കിംഗ് ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ 1. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 by 2 pi i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ്. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അതിൽ നമ്മൾ 1 by 2 pi i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഇനി 1 by എസ് മൈനസ് സെഡിന് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തു, എന്നിട്ട് ഡി എസ്. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സിഗ്മയിലെ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഐ ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? സെഡ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ റേസ് ടു 0 ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ റേസ് ടു 1 എന്ന് കിട്ടും അല്ലേ. അതായത് 1 by 2 pi i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് പ്ലസ് അടുത്തതിൽ ഇവിടെ നമ്മൾ 2 കൊടുക്കുക. അപ്പോൾ 2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു 1 എന്ന് കിട്ടും. അത് ശരിക്കും ഈ ഇൻ്റഗ്രേഷന് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനടുത്ത് ഔട്ട്സൈഡ് ഇട്ടു ഡിവൈഡഡ് ബൈ 2 pi i ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ റേസ് ടു 2 എന്ന് കിട്ടും. ഐ ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എക്സെട്രാ എന്ന് പറഞ്ഞ് പോയി കിട്ടും അല്ലേ. ഇപ്പോൾ ലാസ്റ്റ് ടേം എന്താ വരിക? നമ്മൾ n മൈനസ് 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ n മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ n മൈനസ് 1 അല്ലേ വരിക. ഓക്കെ, z minus z naught the whole raised to n minus 1 divided by 2 pi i into integral over c naught f of s divided by s minus z naught the whole power n ds എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ ഒരു ടേമിലെ 1 by s minus z into z minus z naught the whole power n divided by s minus z naught the whole power into f of s by 2 pi i എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും. ആ ടേമിന് ഞാൻ റോ n of z എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈക്വേഷൻ നമ്പർ 3 എന്നിട്ടോ ഡിനോട്ട് ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേർ ദ റിമൈൻഡർ റോ എൻ ഓഫ് സെഡ് ഈസ് ഗിവൺ ബൈ, അതായത് ബാക്കിയുള്ള ടേം റോ എൻ ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ പവർ എൻ ഡിവൈഡഡ് ബൈ 2 pi i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ പവർ എൻ എസ് മൈനസ് സെഡ് ഡി എസ് ഫോർത്ത്. ഈക്വേഷന് ഫോർത്ത് എന്ന് കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കുള്ള പവർ സീരീസ് റെപ്രസെൻറ്റേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ഫോം വൃത്തിയായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ എഫ് ഓഫ് സെഡിൽ എനിക്ക് എത്ര ടേംസേ ഉള്ളൂ? ഇവിടെ n മൈനസ് 1 ടേംസേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കും. അപ്പോൾ ഈ സിഗ്മയിൽ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ i ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. എന്നിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഈ റോ എൻ ഓഫ് സെഡിനെ അതിൽ ലിമിറ്റ്, ഇതിനെ റിമൈൻഡർ എന്നാണ് പറയുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ എൻ ഓഫ് സെഡ് കണ്ടുപിടിക്കുമ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ കിട്ടും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഹയർ ഡിഗ്രീസ് വി നോ ദാറ്റ് 1 by 2 pi i into integral over c naught f of s divided by s minus z naught the whole power n plus 1 ds equal to fn of z naught divided by n factorial. ഇത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ, നമ്മളുടെ ഡെഫിനിഷൻ അല്ലേ. ഓക്കെ, fn of z naught divided by n factorial. അപ്പോൾ ഈ ഒരു ടേം ഇവിടെ ഉണ്ടാവും, നിങ്ങൾ നല്ലോണം നോക്കാം. ഓക്കെ ഓക്കെ, ഇത് 1 by 2 pi i ഈ ഒരു ടേം നമുക്കറിയുന്ന റിസൾട്ടാണ് അല്ലേ. അപ്പം നിങ്ങൾ ഇതിലല്ല കേട്ടോ കമ്പയർ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഇവിടെ കമ്പയർ ചെയ്യാം നിങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് അറിയാലോ 1 by 2 pi i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ഡി എസ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 1 by 2 pi i ഇൻറ്റു എഫ് ഓഫ് എസ് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ദ ഹോൾ സ്ക്വയർ. ഇതിനൊക്കെ നമുക്ക് ആ എക്സ്പ്രഷനെ മാറ്റി ഈ ഒരു ഡെഫിനേഷൻ അവിടെ അപ്ലൈ ചെയ്യാം. ഇതാ ഫോർ ഹയർ ഡിഗ്രീസ് അല്ലേ, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഹയർ ഡിഗ്രീസ്. അപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇതാ നമുക്ക് ഈ ഇക്വേഷൻ ഇതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം?
1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ടിന് പകരം എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എസ് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ടിന് പകരം എഫ് ഡാഷ് ഇറ്റ് സെഡ് നോട്ട് എന്ന് പറഞ്ഞ് എഴുതി പോവാലോ. അതായത് നമുക്കിവിടെ എന്തെഴുതാം, then 3 implies ആ ഇക്വേഷൻ എന്തായിട്ട് മാറി, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട് പ്ലസ് സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് പ്ലസ് സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് നോട്ട് പ്ലസ് എക്സെട്രാ അപ് ടു നമുക്ക് കിട്ടുന്നത് സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് പവർ n മൈനസ് 1 ഓഫ് സെഡ് നോട്ട് പ്ലസ് റോ n ഓഫ് സെഡ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി റോ n ഓഫ് സെഡ് എന്ന് പറയുന്നത് 0 പോകുന്നു. then to prove the theorem എന്നാണ് we need only prove that limit n tends to infinity rho n of z equal to 0. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഫോളോ ചെയ്യാം കേട്ടോ. അതായത് നമുക്കിപ്പം എം എൽ ഇനീക്വാളിറ്റി ആണ് ഇത് പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ആയുധം. അപ്പോൾ നമ്മൾ അതാണ് യൂസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെക്കുക. സപ്പോസ് ദാറ്റ് മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ. നമ്മളുടെ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ സെഡും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആയിട്ട് എടുത്തു. ഓക്കെ, അത് ആർ നോട്ടിനേക്കാളും ലെസ്സറാണ് കേട്ടോ. ഓക്കെ, എവിടെ പോയി? ഓക്കെ, ദെൻ ക്ലിയർലി ആർ ലെസ് ദാൻ ആർ നോട്ട്. ക്ലിയർലി ആർ ലെസ് ദാൻ ആർ നോട്ട് പറഞ്ഞു. ആർ നോട്ടിനേക്കാളും ചെറുതാണ് ആറ്. ആൻഡ് ഇഫ് എസ് ഈസ് എ പോയിന്റ് ഓൺ സി നോട്ട്. ഇനി സി നോട്ടിൽ ഒരു ആർബിട്രറി പോയിന്റ് ആയിട്ട് ഞാൻ എസ്സിനെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് എസ് മൈനസ് സെഡ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ സെഡ് നോട്ട് വെച്ച് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എസ് മൈനസ് സെഡ് നോട്ട് പ്ലസ് സെഡ് നോട്ട് മൈനസ് സെഡ് എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എസ് മൈനസ് സെഡ് നോട്ട് മൈനസ് സെഡ് നോട്ട് എന്ന് എഴുതാം. ഇനി നമുക്കിതിനെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. ഇതെന്തിനാ ഇങ്ങനത്തെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ റോ n ഓഫ് സെഡിൽ ഇത് ഡിനോമിനേറ്ററിലായിരിക്കും കിടക്കുന്നുണ്ടാവാം. കണ്ടോ, സോറി ഇവിടെയല്ല, ഇതാ ഇവിടെ ഇത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെസ് ദാൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇനീക്വാലിറ്റീസ് അപ്ലൈ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് മൈനസ് സെഡ് നോട്ട് മൈനസ് സെഡ് മൈനസ് സെഡ് നോട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എസ് മൈനസ് സെഡ് നോട്ട് എന്താണ്, എസ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ആർ നോട്ടാണ്, മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ആർ ആണ്. ഓക്കെ, അതായത് എസ് എന്ന് പറയുന്നത് സി നോട്ടിലെ ഒരു പോയിന്റ് ആണെന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സി നോട്ട് എന്ന് പറയുന്ന സർക്കിളിലെ ഒരു ആർബിട്രറി പോയിന്റ് ആണ് എസ് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ സെഡ് നോട്ടിലേക്കുള്ള സെൻറ്റർ എന്ന് പറയുന്നത് ആറാണ്, സെഡ് എന്ന് പറയുന്ന ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ്, അത് ആറുമാണ്. ഓക്കെ, അതാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഇനീക്വാളിറ്റി നമുക്ക് കിട്ടി. ഇനി നമുക്ക് എം എൽ ഇനീക്വാളിറ്റി ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഇഫ് എം ഡിനോട്ട്സ് ദ മാക്സിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എസ് ഓൺ സി നോട്ട്. ഇനി നമ്മൾ മോഡുലസ് ഓഫ് സി നോട്ടിന് മുകളിലുള്ള മോഡുലസ് ഓഫ് എഫ് ഓഫ് എസിൻ്റെ മാക്സിമം വാല്യൂ ആണ് എം എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് കേട്ടോ പ്രൂവ് ചെയ്യേണ്ടത്. എവിടെ പോയി? ഇതിനൊരു ബൗണ്ട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n ഇൻറ്റു എസ് മൈനസ് സെഡ് എന്താ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതെന്താ കിട്ടുക, മോഡുലസ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സി നോട്ടിൻ്റെ മുകളിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എസ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്ന ആർ നോട്ട് ആണ് ദ ഹോൾ പവർ n. അതുപോലെ എസ് മൈനസ് സെഡ് എന്ന് പറയുന്ന ആർ നോട്ട് മൈനസ് ആർ ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണല്ലോ കിട്ടുക. ഓക്കെ, ഫോർ ഓൾ എസ് ഓൺ സി നോട്ടിന് മുകളിലുള്ള പോയിന്റ്സിനെല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ എം എൽ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യാം. അതായത് റോ n ഓഫ് സെഡിന് മുകളിൽ, ദാറ്റ് ഈസ് റോ n ഓഫ് സെഡ് ഈക്വൽ ടു എന്താണ്, സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n ഡിവൈഡഡ് ബൈ 2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡി എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n ഇൻറ്റു എസ് മൈനസ് സെഡ് എന്നാണ് നമ്മുടെ റോ n ഓഫ് സെഡ്. അതിൻ്റെ മോഡുലസ് എടുത്തു രണ്ട് സൈഡിലും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മോഡുലസ് ഇതിന് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n ഡിവൈഡഡ് ബൈ 2π മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി നോട്ട് എഫ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് സെഡ് നോട്ട് ഹോൾ പവർ n ഇൻറ്റു എസ് മൈനസ് സെഡ് ഡീസ്. ഇനി ഇതാണ് നമ്മളുടെ അതായത് എം എൽ ഇനീക്വാളിറ്റി ആണ് പറയുന്നത്. അതായത് ഇൻ്റഗ്രൽ ചെയ്യാനുള്ള ഇൻ്റഗ്രൻ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നും, അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആർക്ക് ലെങ്ത് എന്നാണ് വരിക. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് എന്താ, ഇത്രയും കാര്യങ്ങളുടെ ഇനീക്വാളിറ്റി എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചു. അതല്ലേ ഇവിടെ പറഞ്ഞത്, ഇതാണ് ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ, അതിവിടെ അപ്ലൈ ചെയ്യുക കേട്ടോ. വേറെ ഒന്നും വേണ്ട, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സെഡ് മൈനസ് സെഡ് നോട്ടിന് ഞാൻ ആർ പവർ n എന്ന് കൊടുത്തു ഡിവൈഡഡ് ബൈ 2π. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, which is less than or equal to m divided by r naught power n into r naught minus r എന്ന് കൊടുത്തു. എന്നിട്ട് ആർക്ക് ലെങ്ത് ഓഫ് സി നോട്ടിൻ്റെ ആർക്ക് ലെങ്ത് എന്താ വരിക, 2π ഇൻറ്റു ആർ നോട്ട് അല്ലേ, ആർ നോട്ട് അല്ലേ നമ്മളുടെ സി നോട്ടിൻ്റെ റേഡിയസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എം ആർ നോട്ട്
എം ആർ നോട്ട് 2πയും 2πയും ക്യാൻസലായി പോയി ആർ നോട്ട് മൈനസ് ആറ് പിന്നെ ആർ ഡിവൈഡഡ് ബൈ ഒരു മിനിറ്റ് ഇവിടെ ആർ നോട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ആർ ഡിവൈഡഡ് ബൈ ആർ നോട്ട് ദ ഹോൾ പവർ n എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കിയേ, ആർ എന്ന് പറയുന്നതും ആർ നോട്ട് എന്ന് പറയുന്നതിലും ആരാണ് വലുത്? ആർ നോട്ട് അല്ലേ വലുത്. കാരണം ആർ നോട്ട് എന്ന് പറയുന്നത് സിയുടെ നമ്മളിങ്ങനെ സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ സി ആറിൻ്റെ റേഡിയസ് ആയിരുന്നു ആർ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ ആർ എന്ന് പറയുന്നത് സെഡിലേക്കുള്ള ദൂരമായിരുന്നു അല്ലേ. അപ്പോൾ ആർ നോട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, സിൻസ് ആർ ബൈ ആർ നോട്ട് ഈസ് ലെസ് ദാൻ 1, ആർ ബൈ ആർ നോട്ട് ടെൻസ് ടു 0, ഹോൾ റൈസ് ടു n ടെൻസ് ടു 0. അപ്പം ഇതിന് നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി പോയി? 0 പോയി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റോ n ഓഫ് z ഈക്വൽ ടു 0 എന്ന് പറയും. അതുകൊണ്ട് ജസ്റ്റ് തിയറം പ്രൂവ്ഡ് ഹെൻസ് വി ഗെറ്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? റോ n ഓഫ് z 0 ആണ്, അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു. അപ്പം നമ്മളുടെ സമ്മേഷൻ എന്തായി മാറും? i ഈക്വൽ ടു 0 ടു n മൈനസ് 1 എന്നുള്ളത് i ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റീനായിട്ട് മാറും. അപ്പോൾ എഫ് ഓഫ് z ഈക്വൽ ടു എഫ് ഓഫ് z നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് z നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് നമ്മളുടെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. an എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞേ, അതുകൊണ്ടാണ് സെപ്പറേറ്റ് പറയാത്തത് കേട്ടോ. ഇനി ഒരു നോട്ടാണ്, ദിസ് പവർ സീരീസ് representation of f of z is known as Taylor series expansion of f of z about z naught. അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പവർ സീരീസ് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് z about the point z naught എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ z naught ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? എഫ് ഓഫ് z ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z സ്ക്വയർ പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞു. അതിനെയാണ് നമ്മൾ മക്ലൂറിൻ സീരീസ് എന്ന് പറയുന്നത്. This series is known as the Maclaurin series represented by f of z. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇത് ഈസിയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നിങ്ങൾ ആ സ്റ്റെപ്പ് വൈസ് ഒന്നിങ്ങനെ വന്നാൽ മതി, കണക്ട് ചെയ്ത് വന്നാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.